ഈ അൻവർ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നല്ല അൻവറിനെ ലഭിച്ച വോട്ട് സൂചിപ്പിക്കുന്നത്. എന്ത് അൻവർ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നല്ല അൻവറിന് ലഭിച്ച വോട്ട് സൂചിപ്പിക്കുന്നത്. 10,000 കടന്നിരിക്കും. അല്ല, അൻവറിന് കൂടുതൽ വോട്ട് കിട്ടി. അത് ഞങ്ങൾ ഇനിയിപ്പോൾ UDF പാർട്ടി 20 അല്ലേ സലാമയുടെ 27 പാർട്ടി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. തങ്ങളുടെ ഒരു സൗകര്യം ഇനി 27 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 27 പാർട്ടി കമ്മിറ്റി കൂടുന്നുണ്ട്. അതിനുശേഷം UDF ചർച്ച ചെയ്യട്ടെ. ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത്. ലീഗ് കയറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞ് എല്ലാവരെയും അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആദ്യം ലീഗ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യും. UDF ചർച്ച ചെയ്തതിന് ശേഷം കോൺഗ്രസ്സിന് അതിൻ്റേതായ സമിതികളുണ്ട്, അവർ ചർച്ച ചെയ്യും. കോൺഗ്രസ്സിന് ഹൈക്കമാൻഡ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്. ഇതൊക്കെ ഓരോ പ്രോസസ്സും അതേപോലെ തന്നെ ഓരോ സംവിധാനമല്ലേ. ഞങ്ങൾ ആ സംവിധാനത്തിനൊക്കെ മാനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കൊരു അഭിപ്രായം ഈ കാര്യത്തിൽ പറയുന്നില്ല. അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതെ, അല്ല അത് പറഞ്ഞു. അല്ല അതിപ്പോൾ പിന്നെ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും 10,000-ൻ്റെ മുകൾക്ക് UDFന് പിടിക്കാൻ കഴിഞ്ഞത് അത് ഹൈലൈറ്റ് ചെയ്യുങ്ങൾ അതല്ലേ. അങ്ങനെയും പറയാലോ. എന്ത് നെഗറ്റീവ് ഉണ്ടായാലും UDF കേരളത്തിൽ ജയിക്കുള്ളൂ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ്.